എവ്രിവൺ, ഇന്ന് നമുക്കൊരു ബീച്ച് റിസോർട്ടിലായിരുന്നു കേട്ടോ റിസപ്ഷൻ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഈ റിസോർട്ടിൻ്റെ നേരെ ബാക്കിൽ എന്ന് വെച്ചാൽ ഫുൾ ബീച്ചാണ്, നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനൊക്കെ പറ്റും. പിന്നെ ഇതായിരുന്നു അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡിൻ്റെ ഏരിയ. അതുമാത്രമല്ലാണ്ട് ഫ്രണ്ടിലും ഉണ്ടായിരുന്നു. വരുന്ന ഗസ്റ്റിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും നല്ലൊരു മൊമെൻറ്റ്സും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ദ ബെസ്റ്റ് തിങ് എന്ന് വെച്ചാൽ നല്ല കാറ്റായിരുന്നു കേട്ടോ, ബീച്ചിൽ നിന്ന് വരുന്ന കാറ്റ്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഡോറുണ്ട്, സോ ഈ ഡോറിലൂടെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. സോ ഞങ്ങൾ നേരത്തെ എത്തിയ കാരണം എല്ലാ ഗസ്റ്റും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ വി വർ എൻജോയിങ് ദാറ്റ് പ്ലേസ്. അപ്പോൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇതാ നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇനി നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു ബീച്ച് റിസോർട്ട് വൈബിൽ ചെയ്യണം. പിന്നെ വന്നിട്ട് ഇത് അന്ധകാരനഴി എന്ന് പറയുന്ന ഒരു ബീച്ചാണ്, നമ്മുടെ ചേർത്തല ആലപ്പുഴ ഉള്ളത്. സോ നമ്മളുടെ അമ്മ വീട് മരട്ടിലാണ്. സോ അവിടെ നിന്ന് ഒരുവിധം എളുപ്പമാണ് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ റിസോർട്ടിൻ്റെ തൊട്ട് പുറകിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വന്നിട്ട് അങ്ങോട്ട് ദൂരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ നിന്ന് എന്തായാലും ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ അകത്തോട്ട് കയറുവാണ്. ഓക്കെ, ഇത് നമ്മുടെ ആരുടെ മാരേജ് ആണെന്നറിയോ? അതായത് ഞങ്ങളുടെ ഡാൻസ് ടീച്ചറിൻ്റെ മാരേജ് ആയിരുന്നു. സോ ഞങ്ങൾ ഡാൻസ് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ മിസ്സ് പറഞ്ഞതുകൊണ്ട് തന്നെ നേരത്തെ എത്തി. അവിടെ ബീച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 4:50 ഒക്കെ ആയപ്പോൾ എത്തി. അതുകൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഇതാ സ്റ്റേജൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ചെയേഴ്സൊക്കെ അവർ അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. സ്റ്റേജ് വാസ് ലൈക്ക് ഒരു എസ്തെറ്റിക് വൈറ്റ് ആയിരുന്നു. ആൻഡ് വൈറ്റ് ഈസ് ഓൾവേസ് റോയൽ എന്ന് പറയണ പോലെ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഓരോ ക്യാബിൻസ് പോലെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് അവർ ടീച്ചർ കീർത്തന മിസ്സും പിന്നെ ഹസ്ബൻഡിൻ്റെയും ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ആൻഡ് ഞാൻ വന്നിട്ട് ഈ ഒരു വയലറ്റ് ചുരിദാറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വെഡിങ് റിസപ്ഷനൊക്കെ അല്ലേ. പിന്നെ മിസ്സ് വന്നിട്ടില്ലെങ്കിലും മിസ്സിൻ്റെ ഫോട്ടോൻ്റെ ഒപ്പം ഞാനൊരു സെൽഫി വീഡിയോ എടുത്തു. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ അമ്മ ഇപ്പുറത്തുണ്ടായിരുന്നു. എൻ്റെ ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട് അമ്മ തന്നെയാണ് കേട്ടോ. കാര്യം വെച്ചാൽ എല്ലാ ക്രേസി തിങ്സും ഞാൻ അമ്മയുടെ ഒപ്പമാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ അമ്മക്ക് ഡാൻസ് പഠിക്കണമെന്ന് ഇപ്പോൾ തോന്നിയപ്പം ഞാൻ പറഞ്ഞു ഞാനും ചേരാം അമ്മേ. അപ്പം ഞാനും അമ്മയും കൂടി ആകുമ്പോൾ ഞങ്ങൾക്കൊരു കമ്പനി ആയതാണ്. ഞങ്ങൾ സ്കിപ്പ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ മിസ്സ് കണ്ടാൽ ഓടിക്കും. ബിക്കോസ് എല്ലാ സൺഡേയ്സും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. എന്നാലും പറ്റുന്നത് പോലെ മാക്സിമം ഡാൻസ് ക്ലാസ്സിൽ പോകാറുണ്ട് കേട്ടോ. എനിവേസ് ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും നമ്മളിതാ എൻജോയ് ചെയ്യുവാണേ. അമ്മയും പിന്നെ അമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുക. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ചിൽ ആൻഡ് കോമഡി വൈബായിരുന്നു. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മോസ്റ്റ് ഗോർജിയസ് മിസ്സും പിന്നെ കല്യാണ ചെറുക്കനും വന്നിട്ടുണ്ട്. അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുമായിരുന്നു. ആൻഡ് ഏകദേശം സന്ധ്യ ആവാറായത് കാരണം ആ ഒരു ഗോൾഡൻ റേസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ബീച്ച് കാണാനായിട്ട് വേറൊരു ഭംഗിയായിരുന്നു. വേറെ 2 കുട്ടികൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്നൊക്കെ റീൽസ് എടുക്കാമായിരുന്നു. വല്ല ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് വന്നിരുന്നെങ്കിൽ, ചേച്ചിയായിട്ട് വന്നിരുന്നെങ്കിലെന്ന്. ഒരു പട്ടിക്കുട്ടനെയും കൂടി കണ്ട് അവനും ബീച്ചിൻ്റെ സൺസെറ്റ് എൻജോയ് ചെയ്യുക. എല്ലാവരും എൻജോയ് ചെയ്യണം ഗൈസ്. അപ്പോഴേക്കും അവിടെ കൗണ്ടേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വെള്ളം കുടിച്ചു. വെള്ളം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു സ്ക്വാഷ് പോലത്തെ ഒരു സംഭവമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ബീച്ച് കാണാമെന്നും പറഞ്ഞ് പോവാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ജസ്റ്റ് മിസ്സിനെയൊക്കെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് ആങ്കർ ചെയ്യണമെന്ന് പറഞ്ഞു. സോ അമ്മേനൊക്കെ ആ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. സോ അമ്മ അത് ചെയ്യാൻ വേണ്ടി നിന്നു. ആ ടൈമിൽ ജസ്റ്റ് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയിട്ട് വേഗം വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ടിൻ്റെ ബാക്കിൽ കൂടി അങ്ങോട്ട് നടന്നു പോയാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ റോഡിൽ കൂടിയാണ് പോയത്. അവസാനം ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പാസേജ് ഉണ്ടായിരുന്നു. സോ ആ ഒരു വഴി കൂടി ഞങ്ങൾ ബീച്ചിലോട്ട് പോകുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാടനായിട്ടുള്ള സ്ഥലമാണ്. സോ ഏതോ ഒരു വീടിൻ്റെ സൈഡിൽ കൂടിയുള്ളൊരു വഴിയായിരുന്നു ഇത് ബീച്ചിലേക്ക് പോകാനായിട്ടുള്ള. സോ വളരെ നല്ല രസമുണ്ടായിരുന്നു അതിലിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. മെയിൻലി ബിക്കോസ് നമ്മൾ എപ്പോഴും കാണുന്ന പോലത്തെ ഒരു ടൈപ്പ് അല്ലല്ലോ ഇതൊക്കെ, ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബീച്ചിലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ. സോ നമുക്കിതൊക്കെ ഭയങ്കര അൺയൂഷ്വലായിട്ട് തോന്നി. ആൻഡ് ഭയങ്കര ഒരു രസം തോന്നി കേട്ടോ. ഗൈസ് നമ്മളിവിടെ ജസ്റ്റ് ടീച്ചറിൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് ബീച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നു കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും. അന്ധകാരനഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബീച്ചാണിത്.
നല്ല രസമുണ്ട്. നമുക്ക് ഇതിലേ തന്നെ നടന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. നമ്മൾ വെറുതെ അത്രയൊന്നും നടന്നുകൊണ്ട് ആക്ച്വലി ഐ വാസ് എൻജോയിങ് മൈസെൽഫ്. എനിക്ക് എന്താ പറയുക, ബീച്ചസ് ആയിക്കോട്ടെ, മൗണ്ടൻസ് ആയിക്കോട്ടെ, അങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെല്ലുമ്പം എനിക്ക് കൂടുതലും എനിക്ക് തന്നെ ഒരു പേഴ്സണലി ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ബീച്ച് കണ്ടിട്ട് കൊതി വന്നിട്ടാണ് ഞങ്ങൾ ബീച്ചിലോട്ട് വന്നത്. അങ്ങനെ കാല് നനയ്ക്കാന്ന് പറഞ്ഞ് നനച്ചിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നനഞ്ഞു. ബട്ട് ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു, നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ടീച്ചറിൻ്റെ റിസപ്ഷൻ പ്ലേസിലോട്ട് പോയി. എൻ്റെ അമ്മയുടെ ഇൻസ്റ്റൻറ്റ് ആങ്കറിങ് ഉണ്ട്. അമ്മേനോട് ജസ്റ്റ് പെട്ടെന്നാണ് പറഞ്ഞത് ടീച്ചറിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പിന്നെ ടീച്ചറിൻ്റെ ഫാമിലിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് പറയാമെന്ന്. പിന്നെ അമ്മ നല്ല സ്മാർട്ടാണ്, അമ്മക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് കാരണം പിന്നെ ടീച്ചറിൻ്റെ ഫാദർ പറഞ്ഞപ്പോൾ അമ്മ ചെയ്യാമെന്ന് ഓർത്തു. സോ നമ്മളപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ജസ്റ്റ് അത് കാണാൻ വേണ്ടിയിട്ട്. അത് കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേഗം തന്നെ ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ പിന്നെ വേഗം ഇറങ്ങിട്ടോ. സോ അത്രയൊക്കെ ഉള്ളൂ. ബൈ. ആൻഡ് ഇഫ് യു ഗൈസ് ലൈക്ക്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരാം.